ഹായ് ഫ്രണ്ട്സ്, ഇതെൻ്റെ കോളിഫ്ലവർ കൃഷിയുടെ സെക്കൻഡ് ഫേസാണ്. ഫസ്റ്റ് ഫേസ് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ പ്രത്യേകം കാണിക്കാൻ കാരണം, ഇപ്പോൾ പൂവിട്ട് തുടങ്ങി. ഒരു 25 മൂടിലൊരു 6 എണ്ണം പൂവിട്ട് തുടങ്ങി. പക്ഷെ ഇത് കുറേ ഞാൻ അന്നേ പറഞ്ഞല്ല, ലേറ്റാണ്. ശരിക്കും ഇതിൻ്റെ വിളവെടുപ്പ് സമയമൊക്കെ കഴിഞ്ഞു. ഈ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ കംപ്ലീറ്റ് ആവേണ്ടത്. പക്ഷെ എനിക്കിപ്പോൾ മാർച്ച് ആദ്യമാണ് പൂവിട്ട് തുടങ്ങിയത്. അപ്പോൾ അത് ഈ ഒരവസ്ഥയിലെത്തിയപ്പോൾ ഇതൊരു പരീക്ഷണാർത്ഥമാണ് ഇപ്പോൾ ഈ വർഷം ഞാൻ ചെയ്തത്. അപ്പോൾ ഇത് നമുക്ക് ഗോബി മഞ്ചൂരിയനും അതുപോലെ കോളിഫ്ലവർ ബജ്ജിയും, ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ ഒരു മെമ്പർ പ്യുവർ വെജിറ്റേറിയനാണ്. അപ്പോൾ പുള്ളി ഉള്ള സമയത്ത് ഞങ്ങളൊക്കെ മറ്റ് നോൺ വെജൊക്കെ കഴിക്കുമ്പം പുള്ളിക്കാരനത് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. അങ്ങനെയാണ് പരീക്ഷണാർത്ഥം ഇത് ചെയ്തത്. എനിക്ക് കല്ലിയൂർ കൃഷിഭവനിൽ നിന്നാണ് ഇതിൻ്റെ തൈകൾ തന്നത്. കുറച്ച് ലേറ്റായി കിട്ടിയപ്പോൾ, പിന്നെ നടാനും കുറച്ച് ലേറ്റായി. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇത് സീസണലാണല്ലോ. അത് ഈ കോളിഫ്ലവറും ക്യാബേജൊക്കെ സീസണലാണ്. എന്തായാലും പരീക്ഷിക്കാം. ഈ മാസം കൂടി ഇങ്ങനെ അടുത്ത ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഏതാണ്ട് എല്ലാം പൂവിട്ട് വിളവെടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഞാൻ ഇതിന് മറ്റ് യാതൊരുവിധ വളങ്ങളും ഉപയോഗിക്കില്ല. ഞാൻ എൻ്റെ വീട്ടിലെ വേസ്റ്റ്, അടുക്കള മാലിന്യം ഉപയോഗിച്ചുണ്ടാക്കുന്ന സ്ലറി ഉപയോഗിച്ചാണ് ഇതിന് വളമായിട്ട് ഞാൻ അതാണ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഇത് കാണിച്ചിരുന്നു, അത് ചെയ്യുന്ന രീതി, അതിൻ്റെ ടാങ്കും കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു. ഇതാണ് എൻ്റെ സ്ലറി. ഇത് ഞാൻ ഒരു 1 ലിറ്റർ സ്ലറിയാണ്. ഇതെടുത്തു കഴിഞ്ഞാൽ അതിനെ 10 ടൈംസ് വെള്ളം ചേർത്താണ് ഇതിന് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രാരംഭം മുതലേ ഇതാണ് ഒഴിക്കുന്നത്. വേറെ യാതൊരുവിധ രാസവള പ്രയോഗം ഇതിന് നടത്തിയില്ല. എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും രാസവള പ്രയോഗം നടത്തിയിരുന്നെങ്കിൽ കുറേയും കൂടി മെച്ചപ്പെടുമായിരുന്നു. അപ്പോൾ കൃഷിയിൽ പ്ലാന്റ്സിനെ സംബന്ധിച്ച് അവർക്ക് ഓർഗാനിക് വളം കിട്ടുക അല്ലെങ്കിൽ രാസവളം കിട്ടുക, ഏതാണെങ്കിലും അവർക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് കിട്ടേണ്ടത്. അതിനാവശ്യമുള്ള പോഷണങ്ങൾ അത് ഏത് വളർത്തു നിന്ന് കിട്ടുന്നു എന്നുള്ള തിരിച്ചറിവൊന്നും അവർക്കില്ല. പിന്നെ രാസവളം നമ്മൾ ഉപയോഗിക്കുമ്പം അത് മറ്റേ മൈക്രോ ഓർഗാനിസം ഇല്ലാത്തത് കൊണ്ട് അതിൻ്റേതായ ചില പ്രശ്നങ്ങൾ അതിനുണ്ട്. അതേസമയത്ത് ഓർഗാനിക് മാന്യൂർ ഉപയോഗിക്കുമ്പം ധാരാളം ബാക്ടീരിയ ഒക്കെ അല്ലേ, അപ്പം മണ്ണിനെ സമ്പുഷ്ടാക്കും അത്. അപ്പോൾ തുടർന്നുള്ള കൃഷിക്ക് അത് പ്രയോജനകരമാവും. പക്ഷേ രാസവളമാകുമ്പം തുടർ കൃഷിക്ക് അതിൻ്റേതായൊരു ക്ഷീണമുണ്ടാവും. അല്ലെങ്കിൽ നമ്മളതിന് അനുസരിച്ചുള്ള മറ്റ് ഓർഗാനിക് വളങ്ങൾ ചേർത്തി കൊടുക്കണം. അപ്പം എന്തായാലും ഈ ഓർഗാനിക് ആയിട്ടുള്ള ഈ സ്ലറി മാത്രം ഉപയോഗിച്ചാണ് ഞാൻ ഈ കോളിഫ്ലവർ ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് വിജയിക്കുകയാണെങ്കിൽ കൂടുതൽ പച്ചക്കറി കൃഷി ഈ സ്ലറി തന്നെ ഉപയോഗിച്ച് ചെയ്യാനുള്ള ഒരു പ്രചോദനം എനിക്ക് ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പം എന്തായാലും ഇപ്പം ഈ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് എൻ്റെ കോളിഫ്ലവർ കൃഷി. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എത്തുമ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും, കാണിച്ചു തരും. ഇതിപ്പോൾ ഒരു റയർ കാര്യമൊന്നുമല്ല, വളരെ കോമൺ ആണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഇതായതുകൊണ്ട് ഇതിന് മുമ്പ് ഞാൻ ഈ കോളിഫ്ലവർ കൃഷി ചെയ്തിട്ടില്ല. അപ്പോൾ അത് ആദ്യമായി ചെയ്തുകൊണ്ട് ഒരു കൗതുകം തോന്നി. അതുകൊണ്ടാണ് ഇത് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.